ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രിയേറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു 4 മണി മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചെറുപയർ കൊണ്ടൊരു ലഡ്ഡു. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ചൂടായ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് നന്നായി കഴുകിയ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഫുൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം ഉള്ളതാണ്. നമുക്കിത് നന്നായി വറുത്തെടുക്കാം. ഇതിൻ്റെ നിറം മാറി വരുന്നുണ്ട്. ഒരു ചെറിയ ബ്രൗണിഷ് ഗ്രീൻ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പയർ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായി തണുക്കാനായി വയ്ക്കണം. തണുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് നല്ല ഫൈനായി പൊടിച്ചെടുക്കാം. ഒരുപാട് തരി വരാതെ ചെറിയ തരിയോടുകൂടിയാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇതാ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി ചൂടാക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നെയ്യ് ചേർക്കുമ്പോഴാണ് ലഡ്ഡുവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബദാമും 2 ഡേറ്റ്സും വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോഴത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പയറുപൊടി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയറുപൊടിയും നട്ട്സും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നതൊന്നും നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുമ്പോൾ ഇത് വേഗം നന്നായി പൊടിഞ്ഞു കിട്ടും. ഇതെല്ലാം കൂടി നമുക്ക് 2 മിനിറ്റ് നേരം നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്കിനി ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ശർക്കര ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര നന്നായി ഉരുക്കിയെടുക്കണം. ചെറിയൊരു സ്റ്റിക്കി പരുവത്തിലാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. ഈ ശർക്കരപ്പാനിയിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി അരിച്ചെടുക്കാം. നമ്മൾ ബൗളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഈ മിക്സിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ലൂസ് പരുവത്തിലാണ് ഇത് ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടി ഇത് വെക്കുമ്പോൾ ഈ മിക്സ് വീണ്ടും ഒന്നും കൂടി കട്ടിയാവും. ഇപ്പോൾ നന്നായി കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ എല്ലാ ലഡുവും ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചെറുപയർ ലഡു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.